ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഇതി മൂർത്തി അഭിധാനേന മന്ത്രമൂർത്തിമൂർത്തികം യജതേ യജ്ഞപുരുഷം സ സമ്യക് ദർശന പുമാൻ. പ്രഥമസ്കന്ധം 5-ാമത്തെ അധ്യായം 38-ാമത്തെ ശ്ലോകം 24-ാമത്തെ ഭാഗമായിട്ട് പറയണു. ഇതി മൂർത്തി അഭിധാനേന മന്ത്രമൂർത്തിം അമൂർത്തികം യജതേ യജ്ഞപുരുഷം സ സമ്യക് ദർശന പുമാൻ. ഇതി മൂർത്തി അഭിധാനേന, ഇങ്ങനെ മൂർത്തി നാമങ്ങളെ പറഞ്ഞുകൊണ്ട്. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ ച. ഇങ്ങനെ 4 മൂർത്തികള്, മനസ്സിന്റെ 4 അധിഷ്ഠാന ദേവതകളെ അമൂർത്തികം, സ്വരൂപത്തോട് കൂടാത്തത്, മൂർത്തിഭാവം ഇല്ലാതെ കണ്ട്, മന്ത്രമൂർത്തിം, മന്ത്രമാകുന്ന സ്വരൂപത്തോടു കൂടിയ യജ്ഞപുരുഷം, ആ യജ്ഞപുരുഷനെ, യജതേ, ആരാണോ ആരാധിക്കുന്നത്, സഹ, ആ ജീവൻ, സമ്യക് ദർശന പുമാൻ, ശരിയായ കാഴ്ചയോട് കൂടിയിട്ട് ഭഗവാനെ മനസ്സിലാക്കുന്നു. അപ്പോൾ മനഃശുദ്ധി ഉണ്ടായാലത്തെ ഫലം എന്താ? അതാണ് 38-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഭഗവാൻ വാസുദേവനായിട്ട് ചിത്തത്തിൽ വസിക്കുന്നു, ചിത്തത്തിന്റെ അധിഷ്ഠാന ദേവതയായിട്ട്, ക്ഷേത്രജ്ഞൻ എന്ന രീതിയിൽ. അതേപോലെ മനസ്സിന്റെ അധിഷ്ഠാന ദേവതയായിട്ടുള്ള ഈ അനിരുദ്ധൻ, ചന്ദ്രൻ ആണ് നമ്മളെ ഭൗതികമായിട്ട്. അപ്പോൾ മനസ്സ് ചന്ദ്രനാണ് ദേവത. അനിരുദ്ധനാകുന്ന ഈ ഭഗവാന്റെ നിയന്ത്രണത്തിൽ ഭൗതികമായിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്, ചഞ്ചലചിത്തത്തെ ഒതുക്കി തീർക്കാൻ സാധിക്കുന്നത് ചന്ദ്രന്റെ സഹായം ഉണ്ടെങ്കിലാണ്. സോമായ നമ. അതേപോലെ പ്രദ്യുമ്നാണെങ്കിൽ ബുദ്ധി, പ്രദ്യുമ്നാണ് നമുക്ക് ബുദ്ധിയുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അത് ബ്രഹ്മാവാണ്, സൃഷ്ടികർത്താവാണ്. സൃഷ്ടി ചെയ്യുന്നത് ശരീര സൃഷ്ടി മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള സത്തും അസത്തും മുഴുവൻ ഭഗവാൻ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടു. ഭഗവാന്റെ ഒരു സൃഷ്ടി അവിദ്യാ സൃഷ്ടിയാണ്. മോഹം, മഹാമോഹം, താമിശ്രം, അന്ധതാമിശ്രം, തമസ്. ഞാൻ ഈ ദേഹമാണ് എന്ന ബോധമാണ് ബ്രഹ്മാവ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. ആ ദേഹത്തിന് കിട്ടേണ്ടത് കിട്ടിയില്ല വെച്ചാൽ വലിയ നിരാശയാണ്. ഞാൻ നശിച്ചു എന്നുള്ള ബോധമായി, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള ബോധമായി, പരിപൂർണമായിട്ടുള്ള ഇരുട്ട്. അങ്ങനെയുള്ള ബോധം, ഈ ഭാവം, അത് ബ്രഹ്മാവ് ആദ്യം സൃഷ്ടിച്ചതിന് ശേഷമാണ് സൃഷ്ടി ആരംഭിച്ചിട്ടുള്ളൂ. എന്നിട്ടാണ് സനകാദി മഹർഷിമാരെയൊക്കെ വന്നത്. അപ്പോ ഈ 4 ഭാവവും, ബ്രഹ്മാവ് എന്നുള്ളത് ബുദ്ധിയുടെ ദേവതയാണ്. ഇനി സംഘർഷണം എന്നുള്ളത് ഈ മനസ്സിന്റെ, അത് രുദ്രൻ ആണ്, മഹാദേവനാ. കരയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നാം ശ്രമിക്കണം. നമ്മെ കരയിക്കാതിരിക്കാൻ, ജീവനെ കരയിക്കാതിരിക്കാൻ. ദേഹത്തിന് വേദനിച്ചാലും മനസ്സിന് ദുഃഖം വന്നാലും നമ്മൾ കരയും. അത് കരയിക്കാതിരിക്കാൻ എന്ത് വേണം? ദുഃഖം വരാതിരിക്കാൻ, വേദന വരാതിരിക്കാൻ, രോഗം വരാതിരിക്കാൻ, ബാക്കി വരാതിരിക്കാൻ കർമ്മങ്ങൾ മുഴുവൻ ഭഗവാന് സമർപ്പിക്കുക. അത്രേ വേണ്ടൂ. അപ്പം അങ്ങനെയുള്ള ഈ മൂർത്തി അഭിധാനേന, മൂർത്തികളെ ആ മൂർത്തി ഭാവത്തോടു കൂടിയിട്ട് കണ്ട് ഈ മനോബുദ്ധിരഹങ്കാര ചിത്തങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അമൂർത്തികം, ഒരു സ്വരൂപം ഇല്ലാത്ത രീതിയിൽ കാണുക. മൂർത്തിഭേദം ഇല്ലാതെ കണ്ട് കാണണം. വാസുദേവനായാലും സംഘർഷനായാലും അനിരുദ്ധനായാലും പ്രദ്യുമ്നായാലും പ്രത്യേകം സ്വരൂപം വേണ്ട. സർവം വിഷ്ണുമയം ശശ്വത്, കൃഷ്ണമയം ശശ്വത്. അങ്ങനെയുള്ള ഭാവത്തിൽ മൂർത്തി വേണ്ട. കൃഷ്ണന് മൂർത്തിയില്ല, കൃഷ്ണൻ പരബ്രഹ്മാണ്, വിഷ്ണു പരബ്രഹ്മാണ്. മന്ത്രമൂർത്തിയും, മന്ത്രമാകുന്ന സ്വരൂപത്തോടു കൂടിയിട്ട് ഓ നമോ ഭഗവതേ വാസുദേവായ, ഓ നമോ ഭഗവതേ പ്രദ്യുമ്നായ, ഓ നമോ ഭഗവതേ അനിരുദ്ധായ, ഓ നമോ ഭഗവതേ സംഘർഷണായ. എൻ്റെ പുസ്തകത്തിൽ ആദ്യം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഈ മൂലമന്ത്രങ്ങളെ കൊടുത്തിട്ടുണ്ട്. മന്ത്രശുദ്ധി ഉണ്ടെങ്കിൽ മനഃശുദ്ധി കിട്ടും, ഉറപ്പാണ്.
അപ്പോൾ അക്ഷരം ജപിക്കുക. 48 ലക്ഷം ജപിക്കുക. അങ്ങനെ മന്ത്രമൂർത്തിയെ സദാസമയത്തും മന്ത്രസ്വരൂപത്തോടു കൂടിയിട്ട് മൂർത്തി സകല സ്വരൂപത്തെ വിട്ടുകൊണ്ട് അത് വേണ്ട. യജ്ഞപുരുഷൻ എന്ന നിലയ്ക്ക് എന്താ യജ്ഞപുരുഷൻ? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ ശ്വാസം വലിക്കല്, ഊണ് കഴിക്കല്, കുളിക്കല്, ഉറങ്ങല് ഒക്കെ കർമ്മ. ഇതെല്ലാം യജിക്കുക എന്ന ഭാവമാണ്, യാഗം ചെയ്യുക എന്ന ഭാവമാണ്. ഈ യാഗം എന്നുള്ളത് ഭഗവാനുമായിട്ട് ചേരാൻ വേണ്ടിയുള്ള കർമ്മമാണ്. യോഗം കിട്ടാൻ വേണ്ടിയിട്ട് യാഗം ചെയ്യുന്നു, ഭഗവാനുമായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ട് യാഗം ചെയ്യുന്നു, യജ്ഞം ചെയ്യുന്നു. രണ്ടും ഒന്നാണ്. ഒന്നിന് ഹോമാചാരം വേണം, മറ്റേന് ഹോമാചാരം വേണ്ട. ഇത്രേ വ്യത്യാസമുള്ളൂ. യജ്ഞത്തിന് സാധാരണ ഹോമാചാരങ്ങളില്ല, യാഗത്തിന് ഹോമാചാരമുണ്ട്. അപ്പോൾ അങ്ങനെ സാമാന്യേന പറയപ്പെടുന്നു. എന്നാൽ യജ്ഞവിധിക്ക് ഹോമാചാരം ആവാമെന്ന് ഭാഗവതൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓരോ ശ്ലോകത്തിന് ഹോമം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യജ്ഞപുരുഷനായിട്ടുള്ള യജ്ഞഫലദാതാവായിട്ടുള്ള ഈ യജ്ഞത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഗ്രന്ഥമായാലും നമ്മളായാലും ഈ സദസ്യരായാലും വേദിയായാലും സ്റ്റേജായാലും അതിനുപയോഗിക്കപ്പെടുന്ന പൂക്കൾ, നൈവേദ്യം തുടങ്ങിയുള്ള സകല കാര്യങ്ങളും ഭഗവാൻ തന്നെയാണ്. യജ്ഞപുരുഷനാണ്, ഫലദാതാവാണ്, യജ്ഞസ്വരൂപനാണ്. അങ്ങനെ യജതെ ആരാണോ ആരാധിക്കുന്നത് സഹ ആ ജീവൻ സമ്യക് ദർശന പുമാൻ ശരിയായ രീതിയിൽ സമ്യക് നന്നായിട്ട് സാത്വിക ഭാവത്തോട് കൂടിയിട്ട് ആ ഭഗവാനെ മനസ്സിലാക്കുന്നു. സമ്യക് ദർശന നന്നായിട്ട് ഭഗവാനെ മനസ്സിലാക്കുന്നു, കാണുന്നു, അറിയുന്നു, കേൾക്കുന്നു, തൊടുന്നു. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ, മനസ്സിലൂടെയും 6 ഇന്ദ്രിയങ്ങളിലൂടെ. അതേപോലെ പിന്നീട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ കർമ്മയോഗമായിട്ട് മാറുന്നു. അപ്പോൾ ആ ജീവൻ എല്ലാ അർത്ഥത്തിലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, മുക്തനാകുന്നു. അതാണ് ഈ ഓ നമോ ഭഗവതി വാസുദേവായ, ഓ നമോ ഭഗവതി അനിരുദ്ധായ, ഓ നമോ ഭഗവതി പ്രദ്യുമ്നായ, ഓ നമോ ഭഗവതി സംഘർഷണായ, നമോ ഭഗവതി തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ ച. ഈ മൂർത്തി ആണെങ്കിലും സകല സ്വരൂപമല്ലാത്ത രീതിയിൽ ബ്രഹ്മം എന്നുള്ള അവസ്ഥയിൽ മനോബുദ്ധി അഹങ്കാരചിത്തങ്ങളുടെ അധിഷ്ഠാന ദേവതയെ നമുക്ക് ആരാധിക്കാൻ സാധിച്ചുവെങ്കിൽ, യജിക്കാൻ സാധിച്ചുവെങ്കിൽ, അർച്ചന ചെയ്യാനും പ്രദക്ഷിണം വയ്ക്കാനും നമസ്കരിക്കാനും പരിപൂർണമായിട്ട് അനന്യ ശരണാഗതിയോട് കൂടിയിട്ട് ആശ്രയിക്കാനും സാധിച്ചുവെങ്കിൽ അത് ഭഗവാനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക എന്ന ഭാവത്തിലേക്ക് നമ്മെ എത്തിക്കും. ആ ജീവൻ രക്ഷപ്പെടുകയും ചെയ്യും. ഇതി മൂർത്തി അഭിധാനേന മന്ത്രമൂർത്തിം അമൂർത്തികം യജതേ യജ്ഞപുരുഷം സ സമ്യക് ദർശന പുമാൻ. ഇതി മൂർത്തി അഭിധാനേന അമൂർത്തികം മന്ത്രമൂർത്തിം യജ്ഞപുരുഷം യജതേ സഹ സമ്യക് ദർശന പുമാൻ. ഇങ്ങനെ മൂർത്തി നാമങ്ങളെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ജപിച്ചുകൊണ്ട് സകല സ്വരൂപനല്ലാത്തതായിട്ടുള്ള മന്ത്രസ്വരൂപനായിട്ടുള്ള ഈ യജ്ഞപുരുഷനെ ആരാണോ ആരാധിക്കുന്നത് ആ ജീവൻ ശരിയായ വിധത്തിൽ ഭഗവാനെ മനസ്സിലാക്കുന്നവനാകുന്നു. ഇതി മൂർത്തി അഭിധാനേന മന്ത്രമൂർത്തിം അമൂർത്തികം മന്ത്രമൂർത്തിം അമൂർത്തികം മന്ത്രമൂർത്തിം അമൂർത്തികം യജതേ യജ്ഞപുരുഷം സ സമ്യക് ദർശന പുമാൻ. സഹ സമ്യക് ദർശന പുമാൻ. മുറിച്ചു കഴിഞ്ഞാൽ കകാരം, മുറിക്കാതെ ആയാൽ ഗകാരം. ഇനി 39ാമത്തെ ശ്ലോകം. ഇമം സ്വനിഗമം ബ്രഹ്മന്നവേത്യ മദനുഷ്ഠിതം അതാൻമേ ജ്ഞാനമൈശ്വര്യം സ്വസ്മിൻ ഭാവം ച കേശവ. അല്ലയോ ബ്രഹ്മൻ, വ്യാസഭഗവാനെ നാരദ മഹർഷി വിളിക്കുകയാണ്. അല്ലയോ ബ്രാഹ്മണ, മത് അനുഷ്ഠിതം, എന്നാൽ അനുഷ്ഠിക്കപ്പെട്ടതായിട്ടുള്ള സ്വനിഗമം, ഈ ഭഗവാന്റെ നിശ്ചയം എപ്രകാരത്തിലാണോ ഞാൻ ചെയ്യേണ്ടത് അതിനെ വേദം വിധിച്ച വിധത്തിൽ, ഭഗവാൻ പറഞ്ഞ വിധത്തിൽ ഞാനത് ചെയ്തു. സ്വസ്മിൻ ഭാവം ച, എൻ്റെ ഭാവം, ഭഗവാന്റെ ഭാവം അത് ഒന്നായി. അവേത്യ, കാരണം ഭഗവാൻ അത് അറിഞ്ഞു. അവേത്യ എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട്. ഭഗവാൻ എൻ്റെ ഈ ഭാവത്തെ അറിഞ്ഞു. എന്തിന്? എൻ്റെ മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് ഞാൻ ഭഗവാനെ ആശ്രയിച്ചു എന്ന്. ഇതിൻ്റെ ഈ മന്ത്രം പറഞ്ഞു കൊടുത്തതാരാ? ശ്ലോകമന്ത്രം. ഇത് ശ്ലോകമന്ത്രമാണ്. ഓ നമോ ഭഗവതി വാസുദേവായ മൂലമന്ത്രം. നമോ ഭഗവതി തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ ച
ശ്ലോകമന്ത്രം. അപ്പോൾ ഇത് ആരാണോ പറഞ്ഞു തന്നത് ആ സനകാദി മഹർഷിമാർ, അത് എനിക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്കത് പറഞ്ഞു തന്നപ്പോൾ എനിക്കത് ഉപാസിക്കാൻ സാധിച്ചു. അപ്പോൾ ഭഗവാൻ ഇത് നല്ലോണം അറിഞ്ഞു. എന്താ അറിഞ്ഞത്? എന്നെ ഈ ഉണ്ണി മനസ്സിലാക്കിയിട്ടുണ്ട്. വ്യാസനോട് നാരദൻ പറയാ, ആ 5 വയസ്സായ ഉണ്ണി കേശവ, ത്രിമൂർത്തികൾക്കും ഈശ്വരനായിട്ടുള്ള ത്രിമൂർത്തികളാണ്, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാ. അങ്ങനെയുള്ള ആ ഭഗവാൻ എനിക്ക് ഈ ഗുണാതീതനായിട്ടുള്ള, ഗുണത്തിനും മീതെയുള്ള സത്വജസമോ ഗുണങ്ങൾക്ക് മൂർത്തിമത് ഭാവമാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ. അവർക്കും മീതെയുള്ള ഈ ഭഗവാൻ ബ്രഹ്മം, ജ്ഞാനം, ഐശ്വര്യം അതാത് തന്നു. എനിക്ക് ജ്ഞാനവും തന്നു, ഐശ്വര്യവും തന്നു. എന്താ ഈ ഐശ്വര്യം? അവിടെ കോടിക്കണക്കിന് ഉറുപ്പ്യ തന്നു, ബംഗ്ലാവ് തന്നു, കാറ് തന്നു എന്നല്ല. ഭഗവാൻ എന്നുള്ള ഭഗവത്വ സമൃദ്ധിയെ കൊടുത്തു. ഭഗവാന്റെ എല്ലാ സകല സ്വരൂപാവതാരം, ഭക്താനുഗ്രഹം, ലീല, ഗുണം സകലതും ജ്ഞാനമായിട്ട് ഭഗവാൻ കൊടുത്തു നാരദന്. ഇമം സ്വനിഗമം, അതാണ് ഭഗവാനാൽ പറയപ്പെട്ടത്, ഭഗവാൻ ചെയ്തത്, ഭഗവാന്റെ ഇച്ഛയും. അത് ത്രികരണങ്ങളാണ്, ഭഗവാന്റെ ത്രികരണങ്ങളാണ്. ഭഗവാന് കർമ്മമില്ല, ഭഗവാന് ജന്മമില്ല, ഭഗവാന് രൂപമില്ല, നിറമില്ല, ഒന്നുമില്ല. ആ ഭഗവാൻ സകലസ്വരൂപനായിട്ട് വന്നാലോ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്വനിഗമം, ഈ വേദത്തെ ഇപ്രകാരത്തിൽ ബ്രഹ്മൻ, അല്ലയോ ബ്രാഹ്മണ വ്യാസദേവ, അവേത്യ, ഇത് നല്ലവണ്ണം അറിഞ്ഞു. മത് അനുഷ്ഠിതം, എന്താ അറിഞ്ഞത്? ഞാൻ ചെയ്തതായിട്ടുള്ള അനുഷ്ഠാനങ്ങളെ അറിഞ്ഞു, ആചാരങ്ങളെ അറിഞ്ഞു. എന്തേ ആചരിച്ചുള്ളൂ? ഈ സനകാദി മഹർഷിമാർ പറഞ്ഞു കൊടുത്തതിനെ അനുഷ്ഠിച്ചു, ചെയ്തു, ആചാരമായിട്ട് ചെയ്തു, വേണ്ട വിധിപ്രകാരം ചെയ്തു. നിഗമ ഉക്തിക്കനുസരിച്ച്, വേദോക്തിക്കനുസരിച്ച്, ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ചെയ്തു. അതാത് മേ, അപ്പോൾ എനിക്ക് തന്നു. അതാത് തന്നു, മേ എനിക്ക്, എന്ത്? അതാത് മേ എനിക്ക് തന്നു. ജ്ഞാനം ഐശ്വര്യം ജ്ഞാനവും തന്നു, ഐശ്വര്യവും തന്നു. എന്താ ജ്ഞാനം? ഭഗവാനെ അറിയുക. എന്താ ഐശ്വര്യം? ഭഗവത്വത്തെ മുഴുവൻ അറിയുക. എന്താ ഭഗവത്വം? ജന്മമില്ല, കർമ്മമില്ല ഭഗവാന്. ആ ഭഗവാൻ അനവധി സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് സകല സ്വരൂപനായിട്ട് വന്നിട്ട് അനവധി കർമ്മങ്ങളെ ചെയ്തിട്ടുണ്ട്. കൃഷ്ണനായിട്ട് എന്തെല്ലാം ചെയ്തു, നരസിംഹമായിട്ട് എന്തെല്ലാം ചെയ്തു, വരാഹം, പലതും ചെയ്തു. മത്സ്യകൂർമ്മ, വരാഹസ്ഥ, നരസിംഹസ്ഥ, വാമന, രാമോ, രാമസ്ഥ, കൃഷ്ണ, കൽക്കിരി, ജനാർദ്ദന, പലതും ചെയ്തു. ആ ചെയ്തതിനെയൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അതാണ് എൻ്റെ ഐശ്വര്യം. ഇനി മറ്റൊരൈശ്വര്യം, ഈ നാരദൻ പിന്നീട് ആ ജന്മത്തെ വളരെ പെട്ടെന്ന് മിന്നലിൻ്റെ വേഗത്തിൽ അത് ഒഴിവാക്കി, ആ ശരീരം. പിന്നീടുള്ള ജീവിതം പ്രകാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് മിന്നൽ എപ്രകാരത്തിലുണ്ടായെന്ന് വെച്ചാൽ അതേപോലെ വേഗം തീർന്നു. എന്നിട്ട് ബ്രഹ്മാവിൽ ലയിച്ചു. ബ്രഹ്മാവിൽ നിന്ന് ഈ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഭഗവത് പ്രിയനായിക്കൊണ്ട് ഇനിയൊരു ജന്മം വേണ്ടാത്ത രീതിയിലും നാരദൻ ചെയ്യുന്ന കർമ്മങ്ങൾ നാരദനെ ബാധിക്കാത്ത രീതിയിലും ആക്കി തീർത്തു. നാമം ജപിക്കുമ്പോൾ ഒപ്പം മഹതി എന്ന വീണ, അത് സ്വര, താള, ലയ സകലതും ഓർക്കസ്ട്ര മുഴുവൻ തരും. അങ്ങനെയുള്ള ഭാവത്തിൽ എന്നെ തന്നു, എന്നെ ആക്കി തീർത്തു. അതാണ് ഐശ്വര്യം. അപ്പോൾ എനിക്ക് സകലതും തന്നു, ജ്ഞാനം ഐശ്വര്യം സ്വസ്മിൻ ഭാവം, ഭഗവാന്റേതായിട്ടുള്ള ഭാവം. ഇനി അത് മറ്റൊരു തരത്തിൽ, ഞാൻ അവിടെ ഭക്തനാണ്, എനിക്കൊന്നും വേണ്ട, ഭഗവാനുമായിട്ടുള്ള യോജിപ്പ് മാത്രമേ വേണ്ടൂ. ആ ഭാവത്തിലേക്ക്, ഒരു താതാത്മ്യ ഭാവത്തിലേക്ക് എന്നെ എത്തിച്ചു കേശവൻ. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ, അവർക്ക് മീതയുള്ളതായിട്ടുള്ള ഈ ഭഗവാൻ ആ താതാത്മ്യ ഭാവത്തിലേക്ക് എന്നെ എത്തിച്ചു. അതുകൊണ്ട് സകല സ്വരൂപം പോലും ഭഗവാന്റെ ലീലയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വ്യാസനോട് പറയാ, അങ്ങും ഭഗവാനാണ്, ഞാനും ഭഗവാനാണ്, നാരദനും ഭഗവാനാണ്, അതേപോലെ വ്യാസനും ഭഗവാനാണ്. നമ്മൾ നാരദനെയും പൂജിക്കാറുണ്ട്, വ്യാസനെയും പൂജിക്കാറുണ്ട്. നാരദന് മധുരമില്ലാത്ത അടയാണ് കൊടുക്കാറ്. നാളികേരവും അതേപോലെ അരിമാവും വെള്ളവും കൂട്ടിക്കുഴച്ചുള്ള മിശ്രിതം ഇലയിലാക്കിയിട്ട് പൊതിഞ്ഞ് അട
ആവിയിൽ ആവിയിൽ വേണം. ഈ ഇഡ്ഡലി തട്ടിലോ അല്ല അങ്ങനെയുള്ള പഴം വേവിക്കുന്ന പോലെ ഒക്കെ വേവിക്കാം. ഓട്ടയുള്ള ഒരു പാത്രത്തിൽ അത് ആവിയിൽ വേവിക്കുകയാണെങ്കിൽ അതാണ് കൊടുക്കേണ്ടത്. പഴം വേവിക്കുന്ന പോലെയാണ് ശരിക്കും വേണ്ടത്. ഓട്ടയുള്ള പാത്രമാണ്. ആ ആവിയിൽ ഇങ്ങനെ വേവിക്കണം, അടച്ച് വേവിക്കണം, എന്നാലേ വേവുള്ളൂ. അത് വേണ്ട രീതിയിൽ ഉപ്പിട്ടാൽ മതി. ഇപ്പം നമ്മൾ ഉപ്പിടുമോ പഞ്ചാര ഇടുമോ അതിന് ചോദ്യമില്ല. പഞ്ചാര വേണ്ടാന്നാണ്, മധുരം വേണ്ടാന്നാണ്. അപ്പോൾ രസഹീനം, അതിപ്പോൾ നമുക്ക് എങ്ങനെയാ വെച്ചാൽ ഒന്നുകിൽ ഉപ്പ് വേണം അല്ലെങ്കിൽ പഞ്ചാര വേണം. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിടുക, അല്ലെങ്കിൽ ശർക്കര ഇടുക. അപ്പോൾ ശർക്കര വേണ്ട എന്നുള്ള നിലയ്ക്ക് നമ്മളതിനെ ഉപ്പിടാണ് പതിവ്. ഇത്രയേ ഉള്ളൂ. പച്ചട അല്ല, വേവിച്ചടയാണ്. അപ്പോൾ അത് നെയ്ച്ചാൽ മതി. നാരദന് വ്യാസന് എന്ത് കാണിച്ചാൽ നെയ്ക്കാം. മലരാണ് ഏറ്റവും നല്ലത്, ശുദ്ധമായി കിട്ടും. മനഃശുദ്ധിക്ക് മലരാണ് നല്ലത്. അപ്പം അതുകൊണ്ട് ഈ സകല സ്വരൂപം ഇല്ലാത്തതായിട്ടുള്ള ഭഗവാനെ എനിക്ക് ആരാധിക്കാൻ സാധിച്ചു എന്നത് ഭഗവാൻ എന്ത് കാട്ടി? സ്വസ്മിൻ ഭാവം അതാത്, ഭഗവാന്റേതായിട്ടുള്ള ഭാവത്തെ എനിക്ക് മനസ്സിലാക്കി തന്നു. അതാണ് ഐശ്വര്യം, അതാണ് ജ്ഞാനം. ഇമം സ്വനിഗമം ബ്രഹ്മൻ അവേദ്യ മതനുഷ്ഠിതം. ഇമം സ്വനിഗമം, ഭഗവാന്റേതായിട്ടുള്ള ഈ വേദം, അത് ബ്രഹ്മൻ അല്ലയോ ബ്രാഹ്മണ വ്യാസദേവ, അവേദ്യ, ഭഗവാൻ എൻ്റെ ഈ ഭാവത്തെ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മത് അനുഷ്ഠിതം, എന്താണ് ഞാൻ അനുഷ്ഠിച്ചതായിട്ടുള്ള കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ ഞാൻ ചെയ്തത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അത്രേ വേണ്ടൂ. താതാത്മ്യഭാവത്തിൽ എത്തി. അപ്പോൾ അതാത് മേ എനിക്ക് തന്നു. എന്തൊക്കെയാ തന്നത്? ജ്ഞാനം തന്നു, ഐശ്വര്യം തന്നു, സ്വസ്മിൻ ഭാവം തന്നു. കേശവൻ താതാത്മ്യഭാവത്തിൽ എന്നെ എത്തിച്ചു. ഒരു കൂടിച്ചേരൽ നടന്നു. അതാണ് ബ്രഹ്മൻ മത് അനുഷ്ഠിതം അല്ലയോ വ്യാസദേവ, എന്നാൽ അനുഷ്ഠിക്കപ്പെട്ടതായിട്ടുള്ള സ്വനിഗമം, എൻ്റെ ഈ ഭഗവാൻ പറഞ്ഞതായിട്ടുള്ള, ഈ സനകാദി മഹർഷിമാർ പറഞ്ഞു തന്നതായിട്ടുള്ള ഭഗവാനെ യജിക്കുക, തപസ് ചെയ്യുക എന്നത് സ്വസ്മിൻ ഭാവം ച, എൻ്റെ ഈ ഭാവം ഉണ്ടല്ലോ, ഇനി ഭഗവാനെ മാത്രമേ ഞാൻ ആശ്രയിക്കൂ എന്ന ഭാവം, ഒരു താതാത്മ്യഭാവത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ എന്ത് ആയിട്ടില്ല. അതിനൊരു തപസ്സും കൂടി ഉണ്ട്. ആ തപസ്സും കൂടി കഴിഞ്ഞാലേ അതാവുള്ളൂ. പക്ഷെ അതായി. ഇവിടെ ഇപ്പോൾ പറഞ്ഞത് അത് ചെയ്തു, ഞാൻ അങ്ങനെ ആയി എന്നാണ്. അപ്പം അങ്ങനെ സ്വസ്മിൻ ഭാവം ച, ഭഗവാന്റെ അടുത്ത് എത്താനുള്ള എൻ്റെ ഈ മോഹം, താതാത്മ്യഭാവം, അത് എനിക്ക് ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഭഗവാൻ അവേദ്യ, അത് മനസ്സിലാക്കി. അപ്പോഴോ കേശവൻ, ഈ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്കും ഈശ്വരനായിട്ടുള്ള ഭഗവാൻ മേ ജ്ഞാനം ഐശ്വര്യം ച, എനിക്ക് ജ്ഞാനവും ഐശ്വര്യവും അതാത് തന്നു. ഇമം സ്വനിഗമം ബ്രഹ്മൻ അവേദ്യമതനുഷ്ഠിതം അതാൻ മേ ജ്ഞാനമൈശ്വര്യം സ്വസ്മിൻ ഭാവം ച കേശവ. ഇങ്ങനെ 2 ശ്ലോകം, 38, 39. ഇനി 40ാമത്തെ ശ്ലോകം നമുക്ക് അടുത്തേക്ക് പറയാം. നാരായണ 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 നാരായണ.